ഗുഡ് മോർണിംഗ് ഓൾ. വോയിസ് ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഹലോ. ഓഡിബിൾ ആണ്. ഓക്കെ. സോ ഞാൻ ഹർഷ, കാഞ്ഞങ്ങാട് കാറ്റ് സെന്ററിന്റെ പ്ലേസ്മെന്റ് കോർഡിനേറ്റർ ആണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് 12 വർഷത്തെ സേവന പാരമ്പര്യമുള്ള കാഞ്ഞങ്ങാട് കാറ്റ് സെന്ററിന്റെ പ്ലേസ്മെന്റ് സെല്ലിന്റെ ഭാഗമായിട്ട് മെക്കാനിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നടത്തുന്ന വെബിനാർ ആണ് 3 Phases ഓഫ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. ഈ ഒരു വെബിനാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പ് അത് കടന്നു പോകുന്ന ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിന്റെ ഡെവലപ്മെന്റിലെ ഡിഫറെന്റ് സ്റ്റേജസ്, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ചില സോഫ്റ്റ്വെയർസ്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ തരാനും കൂടാതെ ഈ ഒരു ഡിസൈൻ ഇൻഡസ്ട്രിയിൽ കരിയർ ഗ്രോത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് പ്ലേസ്മെന്റ് സെല്ല് ഇന്ന് ഈ ഒരു വെബിനാർ ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും വെൽക്കം ചെയ്യുവാനും നമ്മുടെ ട്രെയിനറിനെ സ്പീക്കറിനെ വെൽക്കം ചെയ്യുവാനും ഞങ്ങളുടെ ബിസിനസ് മാനേജർ കൃപ മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. ഓഡിയബിൾ ആണോ? വോയിസ് ഓഡിബിൾ ആണ്. വോയിസ് ഓഡിയബിൾ ആണ്. ഓക്കെ. അപ്പോൾ അതായത് എൻ്റെ പ്ലേസ്മെന്റ് കോർഡിനേറ്റർ, ഞങ്ങളുടെ പ്ലേസ്മെന്റ് സെല്ലിന്റെ വകയായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഇന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്ന പലരും മെക്കാനിക്കൽ സ്റ്റുഡൻസിനും എങ്ങനെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ ഒരു അവയർനെസ് തരാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങളുടെ പ്ലേസ്മെന്റ് സെല്ല് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. മെയിൻലി ഇപ്പം നമ്മളെല്ലാവരും കാണുന്നുണ്ട് ഒരു മെക്കാനിക്കൽ സ്പെയർ പാർട്സ് അല്ലെങ്കിൽ ഒരു മെഷീൻ പാർട്ട്. നമുക്ക് കാണുമ്പോൾ തോന്നും വളരെ ഈസിയാണ് ആ സംഭവം, പക്ഷെ അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി അല്ലെങ്കിൽ അത് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു കമ്പനി എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ടെക്നീഷ്യന്മാരുടെയും ഡിസൈനേഴ്സിന്റെയും ഗ്രേറ്റ് എഫേർട്ടാണ് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഇന്ന് നമ്മളുടെ യങ്സ്റ്റേഴ്സ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോബ്ലംസ് അറിയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പലരും മനസ്സിലാക്കുന്നത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, അതേപോലെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞു നമ്മളുടെ നെക്സ്റ്റ് ഫ്യൂച്ചർ എങ്ങനെ കൊണ്ടുപോകണം, നമുക്ക് പലർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ അതിന്റെ ഒരു അവയർനെസ് തരാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. ഒരു കമ്പനിയിൽ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ ആദ്യം കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ്, മാനുഫാക്ചറിങ്, അനലൈസ് ചെയ്ത് ആ രീതിയിലാണ് ആ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പയ്യന്നൂർ കാറ്റ് സെന്ററിന്റെ ടെക്നിക്കൽ ലീഡർ, മെക്കാനിക്കലിന്റെ ഹെഡ് ജിഷ്ണു ആണ് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് നടത്തുന്നത്. ഇതിനകത്ത് ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിരിക്കണം. മാക്സിമം നിങ്ങൾക്ക് വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ജിഷ്ണുവിനോട് ചോദിക്കുകയും നിങ്ങൾ എത്രത്തോളം ഈ ട്രെയിനറിന് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അത്രത്തോളം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ്. പിന്നെ കാഞ്ഞങ്ങാട് കാറ്റ് സെന്റർ ഒരു NSTC പാർട്ട്ണറാണ്. അപ്പൊ NSTCന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ രീതിയിലുള്ള പ്രോഗ്രാംസ് സിവിലിനും മെക്കാനിക്കലിനും എല്ലാത്തിനും ഞങ്ങൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ പറയാനില്ല. ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ സെന്റർ ഹെഡ് ഇർഷാദ് സാറിനെ, അതേപോലെ തന്നെ ഞങ്ങളുടെ IT പാർട്ട്ണർ, ഞങ്ങൾക്കൊരു IT സെക്ഷൻ കൂടിയുണ്ട്, ലൈവെയർ ഇന്ത്യ, അതിന്റെ വിഷ്ണു സാറിനെയും, സിനർജി ഗ്രൂപ്പ് ഓഫ് സ്കൂൾ ഓഫ് ബിസിനസ്, സിനർജി എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് മേഖലയിൽ നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിനെക്കുറിച്ചുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഞങ്ങളുടെ വേറൊരു വിങ് ഉണ്ട്, സിനർജി സ്കൂൾ ഓഫ് ബിസിനസ്. അതിന്റെ നിതീഷ് സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നിങ്ങൾക്കിപ്പോ ഈ സെഷൻ എടുക്കുന്ന ജിഷ്ണുവിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജിഷ്ണു. ഹലോ, വോയിസ് ഓഡിബിൾ ആണോ? ഓഡിയബിൾ ആണ്. ഓക്കെ, താങ്ക് യു മാം. ഇവിടെ ഇപ്പോൾ എല്ലാവരും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണല്ലോ, എല്ലാവരെയും ഇതിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ആദ്യം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഉള്ള എല്ലാവരും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. ഓക്കെ, ഇത് ഞാൻ മാത്രം ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സെഷൻ അല്ല, കോമൺ ആയിട്ടുള്ള നിങ്ങളുടെ കൂടിയുള്ള ഒരു പാർട്ടിസിപ്പേഷൻ കൂടി വേണം.
അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അഭിപ്രായം പറയാം. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ മെസ്സേജസ് അയക്കാം. ഓക്കെ, ഇവിടെ ചാറ്റ് ബോക്സ് അവൈലബിൾ ആണ്. അതിൽ മെസ്സേജസ് അയച്ചു കഴിഞ്ഞാലും ഞാൻ റിപ്ലൈ തരാൻ നോക്കാം. ഓക്കെ, ദെൻ എല്ലാവരും ഫൈനൽ ഇയേഴ്സ് ആണോ അതോ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണോ? എങ്ങനെയാണ് അവസ്ഥ? ഹലോ, ബിടെക് ഫൈനൽ ഇയേഴ്സ് മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഒരുപാട് എഞ്ചിനീയറിംഗ് സെക്ടർ നമുക്ക് അവൈലബിൾ ആണ്. അതിലെന്തുകൊണ്ട് നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തു എന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തു എന്നുള്ളത്? വേറെ ഏതും ബ്രാഞ്ച് കിട്ടാത്തതുകൊണ്ടാണോ അതോ താല്പര്യപൂർവ്വം ഇതെടുത്തതാണോ? എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് ഒരു 80% ആൾക്കാരും താല്പര്യപൂർവ്വം കൊണ്ട് എടുത്തത് തന്നെയായിരിക്കും. ഓക്കെ, എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ ബ്രാഞ്ച് പറയുന്നത് എവർഗ്രീൻ ബ്രാഞ്ച് ആണ്. ഓക്കെ, എവർഗ്രീൻ ബ്രാഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏത് കണ്ടീഷനിലും ഏത് ടൈമിലും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് മെക്കാനിക്കൽ അവൈലബിൾ ആയിരിക്കും. അത് ഡിസൈൻ ഫീൽഡ് ആണെങ്കിൽ ശരി, മാനുഫാക്ചറിങ് ഫീൽഡ് ആണെങ്കിൽ ശരി, ഇപ്പോൾ മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ ഫീൽഡ് ആണെങ്കിൽ ശരി, ഏത് ഫീൽഡ് ആണെങ്കിലും നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് അല്ലെങ്കിൽ ജോബിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എത്താത്തത്? അതെന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കിൽ ഗ്യാപ്പ് ഉണ്ട്. അതായത് ഓൾറെഡി പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് തമ്മിലും ജോബ് തമ്മിലുള്ള ഒരു സ്കിൽ ഗ്യാപ്പ് എപ്പോഴും ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. ആ ഒരു സ്കിൽ ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യം സ്കിൽസ് ആണ്. ഓക്കെ, മെയിനായിട്ട് ഇപ്പോൾ ഒരു ഡിസൈൻ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് നിർബന്ധമായിട്ട് വേണ്ട ഒരു സ്കില്ലാണ് ഡിസൈനിങ് സ്കില്ല് പറയുന്നത്. ആ ഒരു കണ്ടീഷൻസിലാണ് കാഡ് സെൻറ്റർ പോലുള്ള ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഡിസൈനിങ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒക്കെ പ്രാധാന്യം വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്റ്റുഡൻസിനെ ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ട് സ്കിൽ ചെയ്യുക എന്നുള്ളതാണ് കാഡ് സെൻറ്ററിൽ പൊതുവായിട്ട് ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇൻട്രസ്റ്റ് കൊണ്ടാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു വെബിനാറിൽ ഫോക്കസ് ചെയ്യുന്നത് ഡിസൈൻ ഇൻഡസ്ട്രീനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഡിസൈൻ ഇൻഡസ്ട്രി ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു പ്രൊഫഷണലാണ്. അതുകൊണ്ട് തന്നെ ഡിസൈൻ ഇൻഡസ്ട്രീനെ പറ്റിയാണ് കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ടാഗ് ലൈൻ ഉണ്ട്, വി ഡിസൈൻ ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ലൈൻ ഉണ്ട്. ആ ടാഗ് ലൈൻ വെച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണോ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യുന്നത്? ആ കാര്യങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളൊന്ന് ചുറ്റുപാടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ബിടെക്കിന് പഠിച്ച മെക്കാനിക്കൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ മെക്കാനിക്കൽ തിയറി സബ്ജക്റ്റ് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ഒരു സംഭവം നിങ്ങളുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റൂല. ഓക്കെ, അതായത് നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ചുറ്റും ലൈവ് എക്സാമ്പിളായിട്ട് ആപ്ലിക്കേഷനായിട്ട് നിങ്ങളുടെ ചുറ്റും കാണുന്നുണ്ട്. നിങ്ങൾ ബിടെക്കിന് ഒരുപാട് തിയറീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, പിന്നെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്, ഡിഫറെൻറ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സ്, തെർമോഡൈനാമിക്സ് ലോ, പിന്നെന്താണ് ഫ്ലൂയിഡ്സ്, പിന്നെ മെറ്റീരിയൽ സയൻസ്. ഇതൊക്കെ നിങ്ങൾ ബിടെക്കിന് പഠിച്ച ഓരോ സബ്ജക്റ്റാണ്. ഇതിൻ്റെയൊക്കെ ലൈവ് എക്സാമ്പിൾ നിങ്ങളുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ പുറത്ത് നോക്കി കാണുന്ന വെഹിക്കിൾ ആയാലും വീട്ടിൻ്റെ ഉള്ളിൽ കാണുന്ന ഈവൻ നിങ്ങളുടെ മൊബൈലിൻ്റെ ഡിസൈൻ ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണ് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറെ ഒരു കയ്യിലൂടെ കടന്നു പോകാത്ത ഒരു ഡിസൈനും അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറും നിങ്ങളുടെ ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ആരോ വോയിസ് ഓൺ ആണോ? അതുകൊണ്ടാണ് നിങ്ങളുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെക്ഷൻ ഒരു എവർഗ്രീൻ സെക്ഷൻ ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് ഡിസൈനിങ് കാരിയറിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഡിസൈൻ കാരിയറിനെ പറ്റി പറയുന്നതിന് മുന്നേ നിങ്ങൾ എന്താണ് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി അതിൻ്റെ മോഡൽ മാത്രമാണ് എപ്പോഴും ഒരു ഡിസൈൻ എഞ്ചിനീയർ ചെയ്യേണ്ടത്.
ഒരിക്കലും അല്ല അതിൻ്റെ എസ്തറ്റിക് ലുക്കിൽ മാത്രമല്ല ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിടെക്കിന് പഠിച്ച് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ പഠിച്ച് എല്ലാത്തരം തിയറീസും അപ്ലൈ ചെയ്യുന്നതായിരിക്കണം ഒരു പൂർണ്ണമായിട്ട് വരുന്ന ഒരു ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു എയർ ഫിൽറ്ററിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ്, ഓക്കെ, അതിൻ്റെ മോഡൽ, ഓക്കെ, അതിൻ്റെ എസ്തറ്റിക് ലുക്ക്, അതിലൊന്നുമല്ല പ്രാധാന്യം വരുന്നത്. ഏറ്റവും പ്രാധാന്യം വരുന്നത് അതിൽ കൂടിയുള്ള എയർ ഫ്ലോനെ കുറിച്ചിട്ടും അത് ആ ഒരു പാർട്ടിൽ ഫിറ്റ് ആവുന്നതിൻ്റെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, അതിൻ്റെ മെറ്റീരിയൽ, ആ കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും നമ്മൾ ഒരു ഡിസൈനിൽ നോക്കേണ്ടത്. അപ്പോൾ ഒരു ഡിസൈൻ എഞ്ചിനീയർ, ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയർ ആവണം എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇമാജിനേഷൻ വേണം. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു കസ്റ്റമർ പറയുന്ന സമയത്ത് അതിനെപ്പറ്റി എങ്ങനെയായിരിക്കണം ഇതിൻ്റെ ലുക്ക് വരേണ്ടത്, അതുപോലെ തന്നെ ഇതിന് വരുന്ന മറ്റ് കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ സ്കെച്ച് എങ്ങനെ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇമാജിൻ ചെയ്യാനുള്ള ഒരു കാര്യം. ഓക്കെ, അതാണ് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയർക്ക് വേണ്ട മെയിൻ കാര്യം. പിന്നെ വരുന്നതാണ് നമ്മൾ ബിടെക്കിനൊക്കെ പഠിക്കുന്ന കുറച്ച് തിയറീസ്, മെക്കാനിക്സ്, മെറ്റീരിയൽ സയൻസ്, മാനുഫാക്ചറിങ് പ്രോസസ്, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കുറച്ച് നോളജ് വേണം. ഓക്കെ, ഈ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത പ്രൊഡക്റ്റിനെ അതിനെ അനാലിസ് ചെയ്യാനും അത് നമ്മളെ ഇൻഡസ്ട്രിയിൽ യൂസ്ഫുൾ ആണോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ യൂസ്ഫുൾ ആണോ, നമ്മുടെ പർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് തിയറീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് രണ്ട് രീതിയിലാണ് ഒരു ഡിസൈൻ എഞ്ചിനീയർ ഇൻഡസ്ട്രിയിൽ ആവശ്യം. ഓക്കെ, ഒന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയർ എന്ന് പറയുന്ന ലേബലിലും, രണ്ടാമത് കാഡ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ എന്ന് പറയുന്ന ലേബലിലും. ഈ രണ്ട് നമ്മൾ ഒരു ബിടെക് ഒരു ഡിസൈൻ ഇൻഡസ്ട്രിയിൽ കയറുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഈ രണ്ട് പൊസിഷനായിരിക്കും ഒരു ഡിസൈൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കാർക്ക് കിട്ടുന്ന രണ്ട് പോസ്റ്റ്. ഇതിൽ ഏറ്റവും സാഡ് തിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബിടെക് അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞിറങ്ങുന്നത് ഇന്ത്യയിലാണെങ്കിലും പ്രൊഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് ആൾക്കാർക്ക് അധികം ആൾക്കാരൊന്നും ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഡിസൈൻ സ്കില്ലുണ്ട്, സോഫ്റ്റ്വെയർ അറിയാം എന്നുള്ള കാര്യം കൊണ്ട് മാത്രമല്ല, അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ബാക്കി കാര്യങ്ങൾ മെറ്റീരിയൽ സയൻസ്, അതായത് മെക്കാനിക്സ്, ആ കാര്യങ്ങൾ കൂടി നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ലെവലിലേക്ക് പോകാൻ വേണ്ടി പറ്റൂ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് GD&T എന്ന് പറയുന്നത്. GD&T എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബിടെക്കിന് കേട്ടിട്ടുണ്ടോ? ജിയോമെട്രിക്കൽ ഡയമെൻഷനിങ് ആൻഡ് ടോളറൻസിങ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അത് പറയുന്നത് എഞ്ചിനീയേഴ്സിൻ്റെ ലാംഗ്വേജ് ആണ്. ഓക്കെ, ഒരു ഇൻഡസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ പാർട്ടിൻ്റെ ലിമിറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ വരുന്നത് GD&T വെച്ചിട്ടുള്ള ഒരു സെക്ഷനിലാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ KTU പഠിക്കുന്ന പലർക്കും അറിയാൻ വേണ്ടി പറ്റും. ഈ GD&T ഡ്രോയിങ് ഇപ്പോൾ പലരും നമ്മുടെ പഴയ പോലെയുള്ള ഒരു ഡീറ്റെയിൽഡ് ഡ്രോയിങ് കാര്യങ്ങളൊന്നും ബിടെക്കിൽ വരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് CAD സെൻറ്റർ പ്രൊവിഷ്യൻ്റ് കോഴ്സസിൽ GD&T അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സ് കൂടി ഉൾപ്പെടുത്തിയത്. അതായത് നമ്മൾ ഡിസൈൻ സോഫ്റ്റ്വെയർ പഠിപ്പിക്കുന്നതിന് കൂടെ തന്നെ ഇത്തരം ഫൗണ്ടേഷൻസ് ആയിട്ടുള്ള GD&T അതുപോലെ തന്നെയുള്ള എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊക്കെ വരുന്നത് നമ്മുടെ പ്രൊഫിഷ്യൻ്റ് കോഴ്സിലാണ്. അതായത് ഒരു ഡിസൈൻ സോഫ്റ്റ്വെയർ പഠിച്ചിറങ്ങുന്ന ഒരാൾ ഒരു മൊത്തത്തിൽ ഒരു പ്രൊഫിഷ്യൻ്റ് ഒരു എക്സ്പേർട്ട് ആയിട്ടാണ് മാറുന്നത്. ഡിസൈൻ ഫീൽഡിലേക്ക് വേണ്ട ഒരു എക്സ്പേർട്ട് ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് CAD എഞ്ചിനീയർ ആണ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ആണ്. ഈ ഒരു പൊസിഷൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഡിപ്ലോമ അല്ലെങ്കിൽ ITI പഠിച്ചിറങ്ങുന്ന മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസ് ആണ് CAD എഞ്ചിനീയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരുന്നത്. ഇവർക്ക് അധികം തിയറീസ് കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല. പ്രൊഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയർ പറയുന്ന ഡ്രോയിങ്സ് അല്ലെങ്കിൽ 3D മോഡൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ജോബ്. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ബിടെക് പഠിച്ച് ഇത്തരം തിയറി കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയുന്ന ആൾക്കാരും ഈ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങിക്കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും അധികം അറിയാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർ പ്രൊഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയർ എന്നുള്ളൊരു ലെവലിലേക്ക് പോവാത്തത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡിസൈൻ എഞ്ചിനീയർ എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ലെവലാണ്. ആ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഉയർന്നു പോയിട്ട് ഒരു ഡിസൈൻ ഹെഡ് വരെയൊക്കെ ആവാൻ വേണ്ടി പറ്റുള്ളൂ.
ഒരു സിമ്പിൾ CAD എഞ്ചിനീയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് 3D മോഡൽ ക്രിയേറ്റ് ചെയ്യുക, ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു CAD എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു ജോബ് പോസ്റ്റിൽ വരുന്നുള്ളൂ. ഒരു ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയർ എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തണം. ഓക്കെ, ദെൻ എങ്ങനെ എത്താം, അല്ലെങ്കിൽ എന്താണ് ഈ പ്രൊഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയറുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത്? ഓക്കെ, ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒരു 3D മോഡലാണ്. ഇത് പയ്യന്നൂരിൽ ഒരു സ്റ്റുഡൻറ് ചെയ്ത ഫൈനൽ ഇയർ പ്രൊജക്റ്റാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് ജസ്റ്റ് ഒരു പാർട്ട് ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു 3D മോഡൽ മാത്രം ചെയ്തു വെച്ച കാര്യമല്ല. ഇതിൽ അനാലിസിസ്, അതായത് കൈനമാറ്റിക് അനാലിസിസ് കൂടി ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇതിന് വേണ്ട കാര്യങ്ങൾ, ഇതിലെ മൊത്തം ഡീറ്റെയിൽസുമാണ് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയർ ചെയ്യുന്നത്. അതായത് ഇത് ജസ്റ്റ് ഇതിൻ്റെ 3D മോഡൽ ക്രിയേറ്റ് ചെയ്ത് മാത്രമല്ല, ഇതിങ്ങനെ മോഷൻ പോകുന്ന സമയത്ത് ഈ ഒരു ആക്ച്വേറ്ററിന് എത്ര പവർ വേണം, ഓക്കെ, ഇവിടെ എത്ര ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ മോട്ടോർ, ഈ ഒരു ആക്ച്വേറ്റർ പ്രവർത്തിക്കാൻ എത്ര പവർ വേണം, എത്ര ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ മാക്സിമം ലെങ്ത്, അതായത് ഹൈറ്റ്, പോകുന്ന ഹൈറ്റ് എത്രയാണ്, എത്ര ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അതായത് ഇത് പോവാതെ ഫെയിലിയർ ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 3D മോഡലിംഗ് പഠിക്കുന്നത് കൊണ്ട്, അതായത് സോൾഡ് വർക്ക്സ് ചെയ്ത വർക്കാണ് 3D മോഡലിംഗ് പഠിക്കുന്നതുകൊണ്ട് മനസ്സിലാവും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയർ എന്നുള്ളൊരു ഒരു ലേബലിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ജസ്റ്റ് ഒരു 3D മോഡലിംഗ് ഓട്ടോകാഡോ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അനാലിസിസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സോൾഡ് വർക്ക്സ്, മോഷൻ, ATIA, കൈനമാറ്റിക്സ് പോലുള്ള പ്രൊഫഷൻ്റ് കോഴ്സസ് എടുത്തു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു ലേബലിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അതിൻ്റെ കൂടെ തന്നെ ബേസിക് ആയിട്ടുള്ള GD&T, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് കാര്യങ്ങൾ കൂടി അറിയണം. ഓക്കെ, പിന്നെ അടുത്ത കാര്യമാണ്, നിങ്ങളിപ്പോൾ ഫ്രഷർ ആയി കഴിഞ്ഞാൽ ഈ ഒരു ജോബിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം റെസ്യൂമാണ്. ഓക്കെ, റെസ്യൂമിൽ നിങ്ങളുടെ സ്കിൽസിന് എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങളൊന്നും എഴുതാൻ നിൽക്കണ്ട. ഓക്കെ, അതിനെപ്പറ്റി ഇൻ്റർവ്യൂവിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെപ്പറ്റി ആൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഫെയിൽ ചെയ്യണം. ഓക്കെ, പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് റെസ്യൂമിൻ്റെ കൂടെ കൊടുക്കേണ്ട പോർട്ട്ഫോളിയോ ആണ്. പോർട്ട്ഫോളിയോ എന്ന് ഉദ്ദേശിക്കുന്നത് പോർട്ട്ഫോളിയോ എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? പോർട്ട്ഫോളിയോ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്ത്, അതായത് ഒരു ഡിസൈൻ ഇൻഡസ്ട്രിയുടെ കാര്യമാണ് പറയുന്നത്, നിങ്ങൾ ചെയ്തിട്ടുള്ള ഡിസൈൻസ്, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു വേർഡ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു PDF ഡോക്യുമെന്റോ ഒക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് റെസ്യൂമിൻ്റെ കൂടെ അയക്കാൻ വേണ്ടി പറ്റും. ഇതെന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ HR ഒരു റെസ്യൂം നോക്കാൻ വേണ്ടിയിട്ട് കൂടിപ്പോയാൽ 2-3 സെക്കൻഡ് മാത്രമേ ടൈം എടുക്കുള്ളൂ. ആ 2-3 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പോർട്ട്ഫോളിയോ നിർബന്ധമാണ്. പോർട്ട്ഫോളിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു വെച്ച ഇമേജ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു പോർട്ട്ഫോളിയോ കാണിക്കാം. ഓക്കെ, ഇതൊരു പോർട്ട്ഫോളിയോ ആണ്. ഈ പോർട്ട്ഫോളിയോയിൽ ഇവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു വെച്ചൊരു പ്രൊഡക്റ്റ് ആണ് വിചാരിക്കുക. അപ്പോൾ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുന്നേ അയാളുടെ കണ്ണ് പെടുക ഈ ഒരു പ്രൊഡക്റ്റിലായിരിക്കും. ഓക്കെ, ഇത് കുറച്ചുകൂടി ലുക്കിൽ എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും ഇത് കണ്ടു കഴിഞ്ഞാൽ അയാൾ നിങ്ങളുടെ ഒരു റെസ്യൂം ഒന്നുകൂടി അനാലിസിസ് ചെയ്യാനുള്ള ഒന്നുകൂടി നോക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പോർട്ട്ഫോളിയോയിൽ മെയിൻ ആയിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഇതിന്റെ മാനുഫാക്ചറിങ് കാര്യങ്ങൾ, ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും, ഇത് ഓരോ പ്രൊഡക്റ്റിനനുസരിച്ച് നമുക്ക് പോർട്ട്ഫോളിയോ മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിപ്പോൾ വൈസ് ആയതുകൊണ്ട് അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക, അതിന്റെ ഡിഫറെന്റ് വ്യൂ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർട്ട്ഫോളിയോയിൽ ഉള്ളത്. ഓക്കെ, ഇതാണ് ഒരു സാമ്പിൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊജക്ട് റിപ്പോർട്ടാണ്. നിങ്ങളെല്ലാം BTechന് ഫൈനൽ ഇയറിൽ പ്രൊജക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പലരും കോയമ്പത്തൂരൊക്കെ പോയിട്ട് കൊണ്ടുവന്ന പ്രൊജക്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ആക്ച്വലി നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത്, മെയിനായിട്ട് ഡിസൈൻ ഫീൽഡിലൊക്കെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ട് റിപ്പോർട്ടാണ്. പ്രൊജക്ട് റിപ്പോർട്ട് അതിലത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എന്താണ് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് പറയാൻ വേണ്ടി പറ്റണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ CAD-ൽ ചെയ്ത കുട്ടിയുടെ റിപ്പോർട്ട് കാണിക്കാം. ഓക്കെ, ഇത് പ്രൊഡക്റ്റ് ഡിസൈനിൽ ചെയ്ത റിപ്പോർട്ടാണ്. ഇതിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഫ്രെയിം ഡിസൈനാണ്, ഒരു ബൈക്കിൻ്റെ ഫ്രെയിം ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് AutoCAD-ൽ അവൻ വരച്ച അതിൻ്റെ 2D ഐസോമെട്രിക് 2D ഡ്രോയിങ്സ്,
അതിൻ്റെ ഡീറ്റെയിൽഡ് ഡയമെൻഷൻസ്, അതുകൂടാതെ അതിൻ്റെ ഒരു 3D മോഡൽ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ആൻസിസിൽ, അതായത് അനാലിസിസ് സോഫ്റ്റ്വെയറിൽ അതിനെ അനലൈസ് ചെയ്തിട്ട് അത് ഓക്കെ ആണോ, എത്ര ലോഡൊക്കെ താങ്ങുന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആക്ച്വലി ഒരു ഇൻഡസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു റിപ്പോർട്ട്, അതായത് ഇൻഡസ്ട്രിയിൽ ചെയ്യുന്ന ഒരു വർക്കിൻ്റെ റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 2D മോഡൽ ക്രിയേറ്റ് ചെയ്യുക, ദെൻ അതിൻ്റെ 3D മോഡൽ ക്രിയേറ്റ് ചെയ്യുക, ദെൻ അത് അനാലിസിസ് ചെയ്തിട്ട് ഇത് ഫീസിബിൾ ആണോ എന്നില്ല ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാം. ദെൻ ഇത് പറയുന്നത് നേരത്തെ കണ്ട ആ ഒരു മറ്റേ നമ്മുടെ ലിഫ്റ്റ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ റിപ്പോർട്ടാണ്. ഇതും ഇതുപോലെ തന്നെയാണ്. 2D ഡീറ്റെയിൽഡ് ഡ്രോയിങ്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു റെൻഡർ ഇമേജ് കൂടി കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഡിസൈൻ ക്രൈറ്റീരിയ, എന്തൊക്കെ കണ്ടീഷനിലാണ് ഇത് ഡിസൈൻ ചെയ്തത്, ലോഡ് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ റിസൾട്ട് ആൻഡ് പ്ലോട്ട്, എത്ര ടോർക്കാണ് ഈ ഒരു ലിഫ്റ്റ് പൊക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്, അത് ഡിഫറെൻറ്റ് ലോഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഇവിടെ CAD സെൻറ്ററിൽ ചെയ്ത സ്റ്റുഡൻസിൻ്റെ പ്രൊജക്റ്റ് റിപ്പോർട്ടാണ്. അപ്പോൾ ഇതുപോലെ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് ഒരു ഡിസൈൻ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 80% ഇൻ്റർവ്യൂവിനെ വിളിക്കാനും സാധ്യത നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂയുടെ കാര്യങ്ങളും ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ കാര്യങ്ങളും അതൊക്കെയാണ് പിന്നെ നിങ്ങൾക്കുള്ളത്. ഓക്കെ, ഇത്രയാണ് ഒരു ഡിസൈൻ എഞ്ചിനീയർ ഒരു ഡിസൈൻ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ കുറച്ച് ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെയുള്ളതാണ് നമ്മുടെ മെഷീൻസ്. നമ്മളിപ്പോൾ സോളിഡ് വർക്സിൻ്റെ കാര്യം പറഞ്ഞു, അതിലെങ്ങനെ പാർട്ട് ഡിസൈൻ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് വരുന്നത്. അതിൽ മെയിനായിട്ട് വരുന്ന ഒരു കാര്യമാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ കൺസെപ്റ്റ് മുതൽ അത് ഉണ്ടാക്കാൻ ആലോചിക്കുന്നത് മുതൽ അത് ഫൈനലായിട്ട് മാനുഫാക്ചർ ചെയ്ത് ആൾക്കാരിൽ എത്തുന്നത് വരെയില്ല ഒരു പ്രൊഡക്റ്റ് സഞ്ചരിക്കുന്ന ഒരു പാത്താണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മെയിനായിട്ട് നമ്മൾ ഒരു CAD CAM റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളാണ് പറയുന്നത്. മുന്നേ ഉണ്ടായത് CAD CAM റിലേറ്റഡ് ആയിട്ടില്ലാത്ത ലൈഫ് സൈക്കിളാണ്. അതിനെന്താ വ്യത്യാസം നോക്കുന്നുള്ളത് ഡ്യൂറിങ് ഞാനിത് പറയാം. ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ റിക്വയർമെൻ്റ് ആണ് പ്രൊഡക്റ്റ് സൈക്കിളിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ് എൻഡ് പറയുന്നത്. കസ്റ്റമർ റിക്വയർമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ എന്തുണ്ടെങ്കിലും ഒരു പുതിയ മെഷീൻ്റെ ആവശ്യകത വരുന്നത്. ഓക്കെ, അതാണ് കസ്റ്റമർ റിക്വയർമെൻറ്റിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആ ഒരു ലിഫ്റ്റിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ഇൻഡസ്ട്രിയിലുള്ള ലിഫ്റ്റ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ ഒരു ലിഫ്റ്റിൽ ഒരാൾക്ക് മാത്രം കയറിയാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അയാൾക്ക് വേറെ എന്തെങ്കിലും ബക്കറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ടൂൾ കിറ്റോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എക്സ്ട്രാ വേണമെന്ന് വിചാരിക്കാം. അതാണ് ഒരു കസ്റ്റമർ റിക്വയർമെൻറ്റ് പറയുന്നത്. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ആ ഒരു എക്സ്ട്രാ അറ്റാച്ച്മെൻറ്റ് ആ ഒരു ലിഫ്റ്റിൽ ചെയ്യണം. എപ്പോഴും നമ്മുടെ ഡിസൈനിൽ ക്രിയേഷൻ മാത്രമല്ല എപ്പോഴും നടക്കുക, മോഡിഫിക്കേഷൻസും നടക്കും. ഓൾറെഡി ഉള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്തിട്ടും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. എപ്പോഴും മോഡിഫിക്കേഷൻസ് ആണ് അധികം നടക്കുക, ക്രിയേഷൻ നടക്കുന്നത് പൊതുവെ കുറവാണ്. അപ്പോൾ ആ ലിഫ്റ്റിൽ എക്സ്ട്രാ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അതാണ് കസ്റ്റമർ റിക്വയർമെൻറ്റ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നതൊക്കെ അതിൻ്റെയൊക്കെ സ്കെച്ചസ് കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് കൺസെപ്ച്വൽ സ്കെച്ചിങ് ആണ്. ഓക്കെ, കൺസെപ്ച്വൽ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് വൈസിലുള്ള ഒരു ഡ്രോയിങ്. ഫോർ എക്സാമ്പിൾ അതിൻ്റെ ലിഫ്റ്റിൻ്റെ ഒരു 2D ഡ്രോയിങ് മെയിനായിട്ട് നമ്മൾ ഓട്ടോകാഡിലൊക്കെ ചെയ്യുന്നവർ നമുക്ക് ഒരു 2D ഡ്രോയിങ് അല്ലെങ്കിൽ 2D സ്കെച്ച് നമുക്ക് വരക്കാൻ വേണ്ടി പറ്റും. ഏതൊക്കെ പാട്ട് എവിടെയൊക്കെ വരണം എന്നുള്ള രീതിയിൽ ഒരു കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു ഫ്രീ ഹാൻഡ് സ്കെച്ചിങ്ങോ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതൊക്കെ നമുക്ക് ഓട്ടോകാഡിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് രണ്ടാമത്തെ സ്കെച്ച് പറയുന്നത്. മൂന്നാമത്തെ വരുന്നതാണ് 3D മോഡലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, 3D മോഡലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സാക്റ്റ് ആയിട്ട് നമ്മൾ 2D സ്കെച്ച് മാത്രമേ നമ്മൾ വരച്ചിട്ടുള്ളൂ. നമുക്ക് എന്താക്കണം, അതിൻ്റെ ആക്ച്വൽ അത് എങ്ങനെ നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് മെറ്റീരിയലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അത് ആക്ച്വലി എങ്ങനെ കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു 3D മോഡലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, മെയിനായിട്ട് 3D മോഡലിംഗ് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ സോളിഡ് വർക്സ്, കാറ്റിയ, ക്രയോ, NX അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇങ്ങനെ പാർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്, പിന്നെ ഉള്ളത് അതിൻ്റെ അസംബ്ലി, അതായത് 2-3 പാർട്ടൊക്കെ ഒന്നാകെ അസൈൻ ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ അസംബ്ലി എന്ന് പറയുന്നത്. അസംബ്ലി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഇൻ്റർഫറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും.
അതൊക്കെ വരുന്നത് ഈ 3D മോഡലിംഗ്. അതായത് രണ്ട് പാർട്ടൊക്കെ തമ്മിൽ എന്തെങ്കിലും ഇത് വരുന്നുണ്ടോ, എറർ വരുന്നുണ്ടോ, എന്തെങ്കിലും ഇന്റർഫറൻസ് വരുന്നുണ്ടോ, നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് 3D മോഡലിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. 3D മോഡലിംഗ് നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ 3D മോഡലിംഗ് തന്നെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് പ്രൊസീജിയർ, അതായത് അത് അസംബ്ലി ചെയ്യുമ്പോഴും ഡിസംബ്ലി ചെയ്യുമ്പോഴും പ്രൊസീജിയറൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. ഏത് പാർട്ട് ആദ്യം അസംബ്ലി ചെയ്യണം, ഏത് റിമൂവ് ചെയ്യണം, രണ്ടാമത് ഏത് റിമൂവ് ചെയ്യണം, എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ 3D മോഡലിംഗിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ തന്നെയാണ് നമുക്ക് കൈനമാറ്റിക് അനാലിസിസ്, ഡൈനാമിക് അനാലിസിസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോൾഡോക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 3D മോഡലിംഗ് സോഫ്റ്റ്വെയറിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അടുത്ത ടോപ്പിക്കായ അനാലിസിസിലേക്കാണ് വരുന്നത്. അനാലിസിസിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡൈനാമിക് അനാലിസിസ്. സ്റ്റാറ്റിക്കിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സൈക്കിൾ ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ ഈ സൈക്കിൾ ഫ്രെയിമിന്റെ എവിടെയൊക്കെയാണ് നമ്മൾ ലോഡ് വരുന്നത്, എവിടെയൊക്കെയാണ് ഫിക്സഡ് സപ്പോർട്ട് എന്നുള്ളത് അസൈൻ ചെയ്തിട്ട് നമ്മൾ ആ ലോഡ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആൻസിസിലാണ് ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് വിർച്വലി നമ്മൾ ഈ ലോഡ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് ഇത് ഫെയിലിയർ ആവുക, ഏത് കണ്ടീഷനിൽ ഏത് ലോഡിൽ ഇത് ഫെയിലിയർ ആവും, ഇതിന്റെ സ്ട്രെസ് എത്രയാണ്, ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പൊ കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു കേസാണെന്ന് വിചാരിക്കാം. അതായത് CAD ഇല്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് CAE ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ളൊരു കേസാണെങ്കിൽ ഇതെങ്ങനെയാണ് നടക്കുക? ആക്ച്വലി ഈ പാർട്ട് ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം, മാനുഫാക്ചർ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റൂ. ആ സമയത്ത് അത് ഫെയിലിയർ ആണെങ്കിൽ വീണ്ടും ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മളെ മണി, മെറ്റീരിയൽ, അതുപോലെ മാൻ പവർ, ഇതൊക്കെ ലോസ് ആണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് CADലേക്ക് വന്ന് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് അതിലേക്ക് വന്ന് കമ്പ്യൂട്ടർ അസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിസൈനിങ്ങിനും അനാലിസിസിനൊക്കെ കമ്പ്യൂട്ടർ അസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് എന്ത് മാറ്റാ വരല്, നമുക്ക് എന്ത് ചെയ്യാം, വിർച്വൽ ആയിട്ട്, അതായത് കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ആ മോഡൽ എക്സാക്റ്റ് മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ 3D മോഡലിംഗിൽ ചെയ്ത കാര്യം. ഓക്കെ, അത് നമ്മൾ അനാലിസിസ് സോഫ്റ്റ്വെയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് എത്രയാണോ അതിന്റെ ഫെയിലിയർ, ഏത് കണ്ടീഷനിലാണോ ഫെയിലിയർ വരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അനാലിസിസ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള സോഫ്റ്റ്വെയറിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ വരുന്നുണ്ട്. ഓക്കെ, അനാലിസിസ് ആൻസേഴ്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ അനാലിസിസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ ആയിട്ട് വരുന്നത് ഫെയിലിയർ അനാലിസിസ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെയുള്ളത് സേഫ്റ്റി അനാലിസിസ് ആണ്. നമുക്കറിയാം നമ്മുടെ കാറിന്റെ ഒക്കെ സേഫ്റ്റി ഒക്കെ ഇപ്പോൾ ഈ ഒരു കാലത്തൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അറിയാം, ഇതിനിടയ്ക്ക് കിയ മോട്ടോഴ്സ് ഒക്കെ 2 കഷ്ണമൊക്കെ ആയ കേസൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ സേഫ്റ്റി അനാലിസിസ് എന്നുള്ളത് ഒരു പ്രൊഡക്റ്റ് ഡിസൈനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത്തരം അനാലിസിസ് നമുക്ക് ഇതുപോലെ ഈ ഒരു അനാലിസിസ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ആൻസിസിൽ അല്ലെങ്കിൽ ഹൈപ്പർമെഷ് പോലെയുള്ള NS നാസ്ട്രം പോലെയുള്ള സോഫ്റ്റ്വെയറിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഫോഴ്സ് അനാലിസിസ് കാര്യങ്ങൾ, മോഡൽ അനാലിസിസ്, അതൊക്കെ നമുക്ക് അനാലിസിസിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അനാലിസിസ് കൂടി കഴിഞ്ഞു വിചാരിക്കാം. അതായത് നമ്മുടെ പാർട്ട് ഒരു സ്കെച്ച് വരച്ചു, then അതിന്റെ ഡീറ്റെയിൽഡ് 3D വരച്ചു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിനെ അനാലിസിസ് ചെയ്തിട്ട് അത് നമ്മുടെ പർപ്പസിന് ഓക്കെ ആണോ എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും 3D മോഡലിൽ പോവാം, മാറ്റം വരുത്താം, വീണ്ടും കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ അനാലിസിസ് ചെയ്തു, ഓക്കെ ആണ്, ഈ ഒരു ഡയമെൻഷനിലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് ഓക്കെ ആണ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ ഡീറ്റെയിൽഡ് ഡ്രാഫ്റ്റിങ്ങിലേക്ക് നമ്മൾ പോവുക. ഒരു പ്രൊഡക്റ്റും ഒരിക്കലും അതിന്റെ 3D മോഡൽ കണ്ടു കഴിഞ്ഞാൽ അതൊരിക്കലും മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പറ്റൂല. അത് മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ് നമുക്ക് അറിയേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പറയുന്നത് AutoCAD തന്നെയാണ്. AutoCAD നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ GD&T ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. GD&T ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിനെ നമുക്ക് മാനുഫാക്ചർ സെഗ്മെന്റിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. പിന്നെയുള്ളത് മാനുഫാക്ചറിങ് ആണ്, CAM ആണ്. ഓക്കെ, CAM എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് ആണ്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അസിസ്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റ് ചെയ്യുകയാണ്. അതായത് നമുക്ക് മെഷീൻ പ്രോസസ് ഒക്കെ ഇതുപോലെ നമുക്ക് സിമുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എവിടെയെങ്കിലും ടൂള് നമ്മുടെ പാർട്ടിന് ടച്ച് ആവുന്നുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ടൂള് പ്രോപ്പറായിട്ട് തന്നെയാണോ മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ സിമുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ ബേസ് ആയിട്ട് CNC കോഡ് ക്രിയേറ്റ് ചെയ്യുക, അതായത് M കോഡ്, G കോഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മെയിനായിട്ട് NHCAM, മാസ്റ്റർ CAM അതൊക്കെയാണ് മാനുഫാക്ചറിങ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ പറ്റി പറയാനുള്ളത്.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മോഡലിംഗ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ 2Dക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. 2D ഡ്രാഫ്റ്റിങ്ങിന് അല്ലെങ്കിൽ 2D സ്കെച്ചിങ്ങിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് AutoCAD ആണ്. ഡ്രോയിങ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു ഐഡിയ ജനറേഷൻ അല്ലെങ്കിൽ ബേസിക് സ്കെച്ച് ജനറേഷൻ മാത്രമാണ് ഡ്രോയിങ്ങിൽ വരുന്നത്. ഡ്രാഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ GD&T ഡയമെൻഷനിങ് അല്ലെങ്കിൽ ടോളറൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ഡയമെൻഷൻ, അതായത് ഒരു ഡ്രാഫ്റ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ മാത്രം അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഡീറ്റെയിൽഡ് ഡ്രാഫ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു മാനുഫാക്ചർക്ക് അത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. അത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഡ്രാഫ്റ്റിങ്ങിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, ഇതൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന AutoCAD എന്ന സോഫ്റ്റ്വെയർ ആണ്. AutoCAD എല്ലാ ഇൻഡസ്ട്രിയിലും വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആയാലും മാനുഫാക്ചറിങ് ആയാലും സിവിൽ ആയാലും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആയാലും ഏത് ഇൻഡസ്ട്രിയിലായാലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു 2D ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് AutoCAD പറയുന്നത്. ഓൾറെഡി പറഞ്ഞു, ഡ്രാഫ്റ്റ് എന്നുള്ള പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മെയിനായിട്ട് AutoCAD ഒക്കെ പഠിച്ച ആൾക്കാരാണ് ഡ്രാഫ്റ്റിംഗ് പൊസിഷനിലേക്ക് എത്തുക. പിന്നെയുള്ളത് 3D മോഡലിംഗ് സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്നുള്ളതാണ്. 3D മോഡലിംഗിൽ മെയിനായിട്ട് വരുന്നത് കാറ്റിയ. ഒരു 50-ൽ പരം സോഫ്റ്റ്വെയർസ് ഒക്കെ ഇന്ന് ലോകത്തുണ്ടെങ്കിലും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കാറ്റിയ, സോളിഡ് വർക്ക്സ്, ദെൻ ക്രിയോ, NX CAD, ഇൻവെന്റർ എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. 3D മോഡലിംഗിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് 3D മോഡലിംഗ് പാർട്ട് ക്രിയേഷൻ, അസംബ്ലി ഇന്റർഫറൻസ് ക്രിയേഷൻ, ദെൻ അസംബ്ലി ആൻഡ് ഡിസസംബ്ലി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം. എക്സ്പ്ലോർഡ് വ്യൂ ഒക്കെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ദെൻ മെക്കാനിക്കലായിട്ട് എന്തെങ്കിലും മോഷൻസോ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനൊക്കെ പറ്റും. അതൊക്കെയാണ് 3D മോഡലിംഗിന് വരുന്നത്. മെയിനായിട്ട് ഒരു ആഗസ്റ്റിൽ നടത്തിയ ഒരു പോൾ അനുസരിച്ചിട്ട് ഇൻഡസ്ട്രിയിൽ ഒരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഡിസൈൻ എഞ്ചിനീയേഴ്സിന് നടത്തിയ ഒരു പോൾ അനുസരിച്ചിട്ട് 32% ആൾക്കാർ സോളിഡ് വർക്ക്സും കാറ്റിയാണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിലത്തെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യയിൽ ഒരു 32% ആൾക്കാർ കാറ്റിയും സോളിഡ് വർക്ക്സും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ മെയിനായിട്ട് കാറ്റിയും സോളിഡ് വർക്ക്സും ഡിസ്കസ് ചെയ്യാന്ന് വെച്ചത്. കാറ്റിയ എന്ന് പറയുന്നത് ഒരു ഹൈ എൻഡ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഹൈ എൻഡ് മീൻസ് ഏറ്റവും ടോപ്പ് ബ്രാൻഡ്സ് മാത്രം യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് കാറ്റിയ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലൈസൻസ് ഫീ കുറച്ച് കൂടുതലാണ്. മെയിനായിട്ട് കാറ്റിയ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സർഫസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനാണ് മെയിനായിട്ട് കാറ്റിയ ഫോക്കസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കാറ്റിയയിലാണ് സർഫസ് മോഡലിങ്ങിന് അല്ലെങ്കിൽ കോംപ്ലക്സ് മോഡലിങ്ങിനൊക്കെയുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ ഏറ്റവും അധികമായിട്ടുള്ളത് കാറ്റിയയിലാണ്. ഓക്കെ, ഡീറ്റെയിൽഡ് സർഫസ് മോഡലിങ്ങിനും ഷേപ്പ് മോഡിഫിക്കേഷൻ കേപ്പബിലിറ്റിയാണ് കാറ്റിയയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വരുന്നത്. അതുകൊണ്ട് തന്നെ എയറോസ്പേസ്, ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കാറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻഡസ്ട്രി വൈസ് നിങ്ങൾക്കൊരു പോകുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ടുള്ള ഡൗട്ട് ഉണ്ടാവും, ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് നല്ലത്, ഏതൊക്കെ സോഫ്റ്റ്വെയർ പഠിച്ചാലാണ്, ഏതൊക്കെ സോഫ്റ്റ്വെയർ നമ്മൾ പഠിക്കണം, then എന്തൊക്കെ സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ പഠിക്കണം, എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് ജോബ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൻ ഡൗട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ കാറ്റിയ എന്ന് പറയുന്നത് ഒരു സർഫസ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ഷേപ്പ് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ജിയോമെട്രി ഷേപ്പ് അല്ലെങ്കിൽ സർഫസ് കേപ്പബിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കോംപ്ലക്സ് ഷേപ്പ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കാറ്റിയ വെച്ചിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എയറോസ്പേസ്, ഓട്ടോമോട്ടീവ് ഡിസൈൻ ഇൻഡസ്ട്രിയിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കാറ്റിയ ആണ്. ഓക്കെ, പിന്നെ ഇത് ബിഗ് ബ്രാൻഡായ ഫോർഡ്, ടൊയോട്ട, ദെൻ ബോയിങ് കമ്പനി, അതുപോലെ പിന്നെ ഡസോൾട്ട് സിസ്റ്റം, അവരൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കാറ്റിയാണ്. പിന്നെയുള്ള കാറ്റിയുടെ ഒരു അടുത്ത ഒരു വർക്ക് ബെഞ്ച് പറയുന്നത്, ഏറ്റവും യൂസ് ചെയ്യുന്ന വർക്ക് ബെഞ്ച് പറയുന്നത് കാറ്റിയ കൈനമാറ്റിക്സ് ആണ്. അതായത് നമുക്ക് ഇതുപോലുള്ള റിലേറ്റീവ് മോഷൻ, പാർട്ടൊക്കെ തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ഡീഫോം ആവും അല്ലെങ്കിൽ അതിൻ്റെ ഇന്റർഫറൻസ് ഒക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാറ്റിയ കൈനമാറ്റിക്സ് വെച്ചിട്ട് വരും. ഈ രണ്ട് കാര്യമാണ് നമ്മൾ കാറ്റിയയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. ഓക്കെ, പിന്നെ വരുന്നുള്ളത് നമ്മുടെ സോളിഡ് വർക്ക്സ് ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇത് വരുന്നത് കാറ്റിയയുടെ കുറച്ച് അപ്ലിക്കേഷൻസ് ലെവലാണ്. അതായത് ഏതൊക്കെ കമ്പനിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. റീസെൻ്റ് ആയിട്ട് റെനോൾട്ട് കാറ്റിയയുടെ ഒരു ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അവരത് പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് മുന്നേ ചെയ്തതിനെക്കാട്ടും എത്രയോ പൈസ കുറച്ചിട്ട് നമുക്കിത് മാർക്കറ്റിൽ ഇറക്കാം എന്നുള്ളതിൻ്റെയൊക്കെ കേസ് സ്റ്റഡിയൊക്കെ നമുക്കിതിനിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാറ്റിയയുടെ സോളിഡ് വർക്ക്സിൻ്റെ ഒക്കെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള കേസ് സ്റ്റഡീസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെയുള്ളത്
സോളിഡ് വർക്ക്സ് ആണ്. സോളിഡ് വർക്ക്സ് പറയുന്നത് ഡസോൾട്ട് സിസ്റ്റത്തിന് തന്നെ പ്രൊഡക്റ്റ് ആണ്. സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് കാറ്റിയും ഡസോൾട്ട് സിസ്റ്റം സെയിം കമ്പനിയുടെ തന്നെ പ്രൊഡക്റ്റ് ആണ്. സോളിഡ് വർക്ക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രൈസ് കുറവുള്ള സോഫ്റ്റ്വെയർ സോളിഡ് വർക്ക്സ് ആണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഒരു മിഡ് ലെവൽ കമ്പനി, സ്റ്റാർട്ടപ്പ് കമ്പനി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സോളിഡ് വർക്ക്സ് ആണ്. അത് കൂടാണ്ട് സോളിഡ് വർക്ക്സിൽ നമുക്ക് മോഡലിംഗ്, അസംബ്ലി, സിമുലേഷൻ, ഡ്രാഫ്റ്റിംഗ്, ഡീറ്റെയിൽ ഡ്രാഫ്റ്റിംഗ്, അതുപോലെ തന്നെ റെൻഡറിങ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കാറ്റിയിലൊക്കെ ചെയ്യുന്നതിന് ഏറ്റവും നന്നായിട്ട് നമുക്ക് റെൻഡറിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സോളിഡ് വർക്ക്സിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് നമ്മുടെ CAD സെന്ററിൽ തന്നെ ചെയ്ത സ്റ്റുഡൻറ് വർക്കാണ്. ജസ്റ്റ് ആ ഒരു പാർട്ടിന്റെ അസംബ്ലി, ഡിസംബ്ലിയാണ് കാണിക്കുന്നത്. സെയിം പോലെ ഇത് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ മോഷൻ ആണ്. ഒരു ആക്ച്വേറ്റർ എത്ര മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഫോഴ്സ് ലോഡ് വരണം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇതുപോലെ സോളിഡ് വർക്ക്സിലൊക്കെ കണ്ടുപിടിക്കാണ്. ഇതിനൊക്കെ ഓൾറെഡി മെറ്റീരിയലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കളർ ടോൺ ഒക്കെ കാണുന്നത്. ഇതൊക്കെ ഓൾറെഡി മെറ്റീരിയലൊക്കെ അപ്ലൈ ചെയ്തതാണ്. ഓക്കെ, ദെൻ പറഞ്ഞു സർവീസ് ഇൻഡസ്ട്രിയിലൊക്കെ ഓട്ടോകാഡ് സോളിഡ് വർക്ക്സ് യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫീച്ചേഴ്സ് സോളിഡ് വർക്ക്സിനുണ്ട്. അതായത് അതിന്റെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് പറയുന്നത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. അതായത് പെട്ടെന്ന് ആൾക്കാർക്ക് അത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെയുള്ളത് അതിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കുറെ പാർട്സ്, ഇൻബിൽഡ് പാർട്സ് നമുക്ക് സോളിഡ് വർക്ക്സിൽ അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന നട്ട്, ബോൾട്ട്, വാഷർ, അതുപോലുള്ള ഫാസ്റ്റനേഴ്സ് ഒക്കെ നമുക്ക് ഇതിൽ സോളിഡ് വർക്ക്സിൽ ഇൻബിൽഡ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് 2 പാർട്ടൊക്കെ അസംബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ്, ബോൾട്ടൊക്കെ വരക്കേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഡിസൈൻ ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ സോളിഡ് വർക്ക്സ് ടെക്നോളജി എന്നൊക്കെ പറയുന്നത്, ഇന്റലിജന്റ് ഫീച്ചർ ടെക്നോളജി എന്നൊക്കെ പറയുന്നത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് സോളിഡ് വർക്ക്സ് തന്നെ നമുക്ക് കാണിച്ചു തരും. നമ്മൾ ഇന്നതാണോ ചെയ്യാൻ പോയത് എല്ലാ കാര്യങ്ങളും. അതായത് ഫില്ലറ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ദെൻ ഓട്ടോമാറ്റിക് ഒക്കെ ഡയമെൻഷൻ ആവും. അങ്ങനെയുള്ള കുറേ കേസുകൾ നമുക്ക് സോളിഡ് വർക്ക്സിലുണ്ട്. അതുകൊണ്ടാണ് ബാക്കി സോഫ്റ്റ്വെയറിനെ അപേക്ഷിച്ച് സോളിഡ് വർക്ക്സ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇതൊക്കെ സ്റ്റുഡൻസ് ചെയ്ത പ്രൊജക്റ്റ് തന്നെയാണ് ഈ കാണുന്നതൊക്കെ. നമ്മുടെ CAD സെന്ററിന്റെ ഇൻസ്റ്റാഗ്രാം പേജ്, പയ്യന്നൂരിന്റെയോ കാഞ്ഞങ്ങാട് ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. ഓക്കെ, പിന്നെയുള്ളത് ഇത് AKK ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം, സോഫ്റ്റ്വെയർ ആൻഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം. ഇതുപോലെ സോളിഡ് വർക്ക്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു കേസ് സ്റ്റഡി കൂടി നിങ്ങൾക്ക് സോളിഡ് വർക്ക്സിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മോഡലിംഗിന്റെ കേസിൽ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അനാലിസിസിലേക്ക് പോകുന്നു. അതായത് അനാലിസിസ് സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? അതായത് ഓൾറെഡി പ്രൊഡക്റ്റ് നമ്മൾ മോഡൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് നമ്മളെ പർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ അനാലിസിസ് ചെയ്തിട്ട് എന്തൊക്കെ ഫെയിലിയേഴ്സ് ആണ് ഇതിന് വരുന്നത് എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തൊക്കെ ലോഡ് എടുക്കും എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അനാലിസിസ് സോഫ്റ്റ്വെയറിലേക്ക് പോവാം. ഓക്കെ, ആൻസിസ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന അനാലിസിസ് സോഫ്റ്റ്വെയർ. ആൻസിസിൽ നമുക്ക് സ്ട്രക്ചറൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് വെച്ചാൽ ലോഡ്, ഫോഴ്സ് ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ സ്ട്രെസ്, സ്ട്രെയിൻ, ഡിസ്പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മോഡൽ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫ്രീക്വൻസി, തെർമൽ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ഡിസൈൻ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് ഡിസൈനർക്ക് വേണ്ട AutoCAD 2D അതുപോലെ തന്നെ 3Dക്ക് വേണ്ട സോഫ്റ്റ്വെയർ 2 എണ്ണം, ഒരു ഹൈ എൻഡ് സോഫ്റ്റ്വെയർ, പിന്നെ അതുകൂടാതെ ഒരു ലോ എൻഡ് സോഫ്റ്റ്വെയർ, ഈ 2 എണ്ണം, അതുകൂടാണ്ട് ഒരു ആൻസർ സോഫ്റ്റ്വെയർ. ഇത്രയാണ് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയർക്ക് വേണ്ട മെയിൻ ആയിട്ട് വേണ്ട സോഫ്റ്റ്വെയർ. ഇതിന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ സോളിഡ് വർക്ക്സും കാറ്റൊക്കെ പഠിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ക്രയോ, NXCAD അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രി ബേസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ ക്രയോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് അതിന്റെ കോംപ്ലക്സ് അസംബ്ലി ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ അസംബ്ലി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ക്രയോ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓക്കെ, ഇനിയുള്ളത് ഇതിന്റെ കുറച്ച് ജോബ് റോള് കാര്യങ്ങളൊക്കെയാണ്. ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മെയിൻ ആയിട്ട് ഇതൊക്കെ CAD എഞ്ചിനീയറോ പ്രൊഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയറിനൊക്കെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഇതൊക്കെ റീസെന്റ് ആയിട്ട് വന്ന നൗക്കരിയിലൊക്കെ വന്ന കാര്യങ്ങളൊക്കെയാണ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും?
എന്തൊക്കെയാണ് ലൊക്കേഷൻ. സ്റ്റാർട്ടിങ് സാലറി എപ്പോഴും കുറവ് തന്നെയായിരിക്കും. ഒരു ഡിസൈൻ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം സാലറി നോക്കിയിട്ട് ഒരിക്കലും ജോബ് ചൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. എപ്പോഴും ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ് സാലറി നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവുന്നതനുസരിച്ചാണ് നിങ്ങളുടെ സാലറി കൂടിക്കൂടി വരിക. എന്തായാലും ഒരു മാർക്കറ്റിംഗ് ജോബിനെ അപേക്ഷിച്ചിട്ട് ഇയർ വൈസ് നിങ്ങൾക്ക് എന്തായാലും ഒരു സാലറി ഇൻക്രിമെന്റ് കിട്ടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ് ഡിസൈൻ ഇൻഡസ്ട്രി. ഓക്കെ, ഡിസൈനോ മാനുഫാക്ചറിങ് ഒരു മെക്കാനിക്കൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ സാലറി പാക്കേജ് വരുന്നത് ഡിസൈൻ ഇൻഡസ്ട്രിയിൽ തന്നെയാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഇത് ജോബ് റോള് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് നൗക്കരിയിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് സാലറി പാക്കേജ്, എന്തൊക്കെയാണ് ചോദിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഇൻഡസ്ട്രിയിലേക്കാണ് പോകേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഡ് സെൻറ്റർ ലാർസൻ ആൻഡ് ടർബോ ട്യൂബ്രോ നമ്മുടെ കാഡ് സെൻറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കാഡ് സെൻറ്ററിനൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവും. ലാർസൻ ആൻഡ് ട്യൂബ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു കമ്പനിയാണ്. ഇവർ ഇനി മുതൽ ഇവരുടെ കോഴ്സ്, അതായത് ലാർസൻ ആൻഡ് ട്യൂബ്രോയിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന കോഴ്സ്, അവരെ പ്രൊഫഷണലിന് കൊടുക്കുന്ന കോഴ്സ് കാഡ് സെൻറ്റർ വഴി എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാം. തോന്നുന്നു നെക്സ്റ്റ് വീക്ക് അതിനപ്പുറത്തെ വീക്കിലാ മറ്റൊരു ലോഞ്ചിങ് ഇവന്റ് നടക്കുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ഇത് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ള 2 കോഴ്സ് കാര്യങ്ങളൊക്കെയാണ്. ഒരു പ്രീ സ്ട്രെസ് ടെക്നീഷ്യൻ ലെവലുള്ള 2 കോഴ്സ് L&T കാഡ് സെൻറ്ററിൻ്റെ അസോസിയേഷനിൽ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാഞ്ഞങ്ങാട് കാഡ് സെൻറ്ററോ പയ്യന്നൂർ കാഡ് സെൻറ്ററിനോ കോൺടാക്ട് ചെയ്താൽ അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്നൊരു മോഡൽ എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു വർക്ക്ഷോപ്പ് പോലെയാണ് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത് സോളിഡ് വർക്ക്സ് ആണ്. സോളിഡ് വർക്ക്സിൽ വിൻഡോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോളിഡ് വർക്ക്സിൽ മെയിനായിട്ട് നമ്മൾ സ്കെച്ചിങ്ങും 3D മോഡലിങ്ങും ഈ 2 പാർട്ടാണുള്ളത്. ഞാൻ ഓൾറെഡി കുറച്ച് സ്കെച്ചൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കെച്ച് ചെയ്യാൻ സിമ്പിളാണ്. നമ്മൾ ഓട്ടോക്കാഡ് പഠിക്കുന്ന പോലെ സർക്കുലർ റെക്ടാങ്കിൾ ഒക്കെ വരച്ച് ഞാൻ കുറച്ച് സ്കെച്ചിങ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ പെട്ടെന്ന്, ഞാനിപ്പോൾ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ടാപ്പിൻ്റെ ഒരു മോഡലാണ്. ഓക്കെ, ടാപ്പ് മോഡലിങ് വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഈ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, കോംപ്ലക്സ് ആയിട്ടുള്ള മോഡലിംഗ് ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഇതുപോലെ 3D മോഡൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി വരും. ഇതിപ്പോൾ സോളിഡ് വർക്ക്സ് ആണ്, ലേറ്റസ്റ്റ് വേർഷൻ ആണ് വരുന്നുള്ളത്. ഓക്കെ, ഇതിൽ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഈ സ്കെച്ചിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇതിൻ്റെ 3D മോഡൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ലോഫ്റ്റ് കമാൻഡാണ്. ലോഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കെച്ചും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു 3D മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ ഫസ്റ്റ് സ്കെച്ച് സെലക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ സെക്കൻഡ് സ്കെച്ച് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു 3D മോഡൽ ക്രിയേറ്റ് ആയി. ജസ്റ്റ് ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇപ്പം ഇവിടെ ഇതിൻ്റെ ബേസ്, ഈ ഒരു പൈപ്പിൻ്റെ ടാപ്പിൻ്റെ ഒരു ബേസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സ്കെച്ച് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എക്സ്ട്രൂഡ് കമാൻഡാണ്. എക്സ്ട്രൂഡ് എടുക്കുക, ജസ്റ്റ് ഈ ഒരു സ്കെച്ച് സെലക്ട് ചെയ്യുന്ന. ഓക്കെ, then ഇത് മുകളിലേക്കാണ് പോകുന്നത്. നമുക്ക് താഴോട്ടേക്കാണ് വേണ്ടതെങ്കിൽ സിമ്പിളായിട്ട് ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. ഈ ഒരു എലമെന്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ പോയിട്ട് അപ് ടു ബോഡി എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അടുത്തൊരു ബോഡി സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ബോഡി വരെ. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടാപ്പിൻ്റെ ഏറ്റവും എൻഡിലുള്ള പോർഷനും ഈ ഒരു പോർഷനും തമ്മിൽ കണക്ട് ചെയ്യണം. അതിനു മുന്നേ ഞാൻ ഇവിടെ ഒരു സ്കെച്ച് ആഡ് ചെയ്യുന്നു. ഓക്കെ, സ്കെച്ച് ആഡ് ചെയ്യാൻ സിമ്പിളാണ്. സ്കെച്ച് എടുക്കുക, ഈ ഒരു ഫേസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, then ഇത് നോർമൽ ആക്കാം. ജസ്റ്റ് ഈ ഒരു 2D എഡ്ജസിനെ നമ്മൾ ഇതിലേക്ക് മാറ്റുന്നു. ഓക്കെ, 2D എഡ്ജസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 2D എഡ്ജസിന് നമ്മൾ ഈ സ്കെച്ചാക്കി മാറ്റിയിട്ടുണ്ട്.
ദെൻ ഞാൻ ഓഫ്സെറ്റ് ചെയ്യുന്ന റിവേഴ്സ് ആണ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് ഒരു 5 സെന്റിമീറ്റർ ഉള്ളിലേക്ക് കൊടുക്കുന്ന, ഓക്കെ, സോറി, പുറത്തേക്കാണ് വന്നത്. ഓഫ്സെറ്റ് എടുക്കുക, റിവേഴ്സ് കൊടുക്കുന്ന, ഓക്കെ കൊടുക്കുന്ന, ദെൻ ട്രിം എടുത്തിട്ട് ഔട്ടർ വരുന്ന കാര്യം നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കുന്ന. നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത സ്കെച്ച് മാത്രമേ ആവശ്യമുള്ളൂ. ഞാൻ ജസ്റ്റ് ആ ഒരു സ്കെച്ച്, ഔട്ടർ സ്കെച്ച് ഡിലീറ്റ് ആക്കണം. ഇനി എനിക്ക് വേണ്ടത് ഈ ഒരു എഡ്ജിൽ ഞാനിപ്പോൾ എഡ്ജിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സ്കെച്ചും തമ്മിൽ കമ്പൈൻ ചെയ്യിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അതായത് നമ്മുടെ പൈപ്പാറെ നമ്മൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ചെറുതായി പോകുന്നത് പോലെ നമുക്ക് ഈ ഒരു എൻഡിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ലോഫ്റ്റ് കമാൻഡ് തന്നെയാണ്. എക്സിറ്റ് സ്കെച്ച് ചെയ്യുക, സ്കെച്ച് എക്സിറ്റ് പോയതിനു ശേഷം ഫീച്ചറിൽ പോവുക. ലോഫ്റ്റ് കമാൻഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്കെച്ച് ഇതും സെക്കൻഡ് സ്കെച്ച് ഞാൻ ഇവിടെയും ചൂസ് ചെയ്ത് കൊടുക്കുന്ന, ഓക്കെ, സോറി, ഡിലീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് സ്കെച്ച് ഇവിടെയും, സെക്കൻഡ് സ്കെച്ച് ഞാൻ ഇവിടെയും ചൂസ് ചെയ്ത് കൊടുക്കുന്ന. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് മോഡൽ വരൽ. പക്ഷെ നമുക്കതൊരു സ്പെസിഫൈഡ് പാത്ത് കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ടൈപ്പിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്ത് കൂടി നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെൻട്രൽ ലൈൻ പാരാമീറ്റർ ആയിട്ട് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ കണ്ടോ, സിമ്പിളായിട്ട് നമ്മൾ ആ ഒരു പാർട്ട് അവിടെ മോഡൽ ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഈ ഒരു ഷേപ്പ് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്നിടക്ക് നിങ്ങളുടെ ബോസ് വന്നിട്ട് പറയുന്നത് ഈ ഒരു ഷേപ്പ് വേണ്ട, വേറൊരു ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്തത് വീണ്ടും പഴയ പോലെ ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഇപ്പം ചെയ്തെടുക്കുന്ന നമ്മൾ ആ സ്കെച്ചില്ലേ, ഈ ഒരു സ്കെച്ച് പറയുന്നത് നമ്മൾ പാത്ത് വരച്ച സ്കെച്ചാണ്. അതെടുക്കാം, അതെടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയാണോ ആൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ മാറ്റി കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മാറ്റാം. ജസ്റ്റ് ഓക്കെ, വേറെ രീതിയിൽ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഷേപ്പ് മാറ്റി കൊടുക്കുക. ക്ലിക്ക് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, ജസ്റ്റ് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇവിടെ എക്സിറ്റ് സ്കെച്ച് കൊടുക്കുക. എക്സിറ്റ് സ്കെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും വേറെ ഷേപ്പിലേക്കാവും. അങ്ങനെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്കിത് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അതാണ് ഡിസൈൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിലെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ എൻഡിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി വരക്കണം എന്നുണ്ടെങ്കിൽ സ്കെച്ച് എടുക്കാം. സ്കെച്ച് എടുക്കാം, ദെൻ ഈ ഫേസ് സെലക്ട് ചെയ്തിട്ടുണ്ട്, നോർമൽ ആക്കാം, ദെൻ ഇവിടെ കൺവേർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ലൈൻ വരക്കുന്ന, അതിൻ്റെ സെൻറ്റർ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ സർക്കിള്, ഇവിടെ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുന്നു. ദെൻ ട്രിം എടുക്കുന്നു, പഴയ ആ ഒരു ഡ്രോയിങ് നമ്മളത് റെഫറൻസ് വേണ്ടി വരച്ചതാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, എക്സിറ്റ് പോവുക. ദെൻ ഇതെന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സ്ട്രൂഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്ര പോലെയായിട്ട് എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ നമുക്ക് സിമ്പിളായി. ഇനിയും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, സ്കെച്ച് 6 വീണ്ടും എടുത്തിട്ട് വീണ്ടും മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ബേസിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കെച്ച് എടുക്കുക, അതിനുശേഷം അത് മാറ്റി കൊടുക്കുക. അങ്ങനെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഏതിൻ്റെ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് മാറ്റാൻ വേണ്ടി പറ്റും. ഇനിയുള്ളത് ഇതിൻ്റെ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഫില്ലറ്റ് ഒക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പോവാം, ഫില്ലറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കൊണ്ട് ഫില്ലറ്റ് എടുക്കുന്ന, ഫില്ലറ്റ് റേഡിയസ് ഞാനൊരു 2 mm കൊടുക്കുന്ന, ദെൻ ഇവിടെ കൊടുത്തു, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, എക്സ്ട്രാക്റ്റ് ആ ഒരു ഫീച്ചർ എങ്ങനെ ഉണ്ടാവും അതിനനുസരിച്ച് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു പൈപ്പ് എന്ന് വെച്ചാൽ ഇവിടെ ഹോളോ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഷെല്ലെടുക്കുക, ഇവിടെ 2 mm ആണ് ഞാൻ ഷെല്ലിൻ്റെ തിക്നെസ് ആയിട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗവും ഓപ്പണിംഗ് ആണ്, അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് ഷെൽ ഒബ്ജക്റ്റ്. വളരെ പെട്ടെന്ന് എന്തായി നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ 2D ഡ്രോയിങ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. 2D ഡ്രോയിങ് എടുക്കണമെങ്കിൽ വളരെ സിമ്പിളാണ്. ഇതിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട്.
മേക്ക് ഡ്രോയിങ് ഫ്രം അസംബ്ലി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതെടുക്കാം. ഇതെടുക്കുന്ന സമയത്ത് നമുക്ക് ഏത് പേപ്പർ സൈസ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് A3 പേപ്പർ സൈസ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു പേപ്പർ സൈസ് കിട്ടി. നമ്മുടെ ആ ക്രിയേറ്റ് ചെയ്ത ഡ്രോയിങ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവൈലബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്കിതിൻ്റെ 2D ഡ്രോയിങ് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ 2D ആണ്. നമുക്ക് ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ഇത് നമ്മൾ ഏതാണ് ഫസ്റ്റ് ആംഗിൾ പൊസിഷനോ തേർഡ് ആംഗിൾ പൊസിഷനോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഐസോമെട്രിക് വ്യൂ കൂടി ഇവിടെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഐസോമെട്രിക് ഡ്രോയിങ് കൂടി നമുക്ക് എന്ത് ചെയ്ത് ഇതുപോലെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ഡയമെൻഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഡയമെൻഷൻസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഡ്രോയിങ് ഒന്നുകൂടി ഓട്ടോകാഡിൽ കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഇത് സേവ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഡ്രോയിങ് ആദ്യം സേവ് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ തൽക്കാലം ഇത് സേവ് കൊടുക്കുന്നു. ഓക്കെ, സേവ് കൊടുത്തത്. ഓക്കെ, അതിനുശേഷം ഇതിനിപ്പോൾ നിങ്ങൾക്ക് PDF ആയിട്ടൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, പ്രിന്റ് പോവാ, ജസ്റ്റ് പ്രിന്റ് പ്രിവ്യൂ. ഓക്കെ, ഞാനിപ്പോൾ A4 A3 അതിൻ്റെ ഇത് കിട്ടൂല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് ആയിട്ട് DWGയിലേക്ക് ഓട്ടോകാഡിലേക്ക് മാറ്റിയിട്ട് ഓട്ടോകാഡിൽ കൂടി ഓപ്പൺ ആക്കിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്ന ജസ്റ്റ് പ്രിന്റ് എടുക്കുന്ന ജസ്റ്റ് പ്രിന്റ് പ്രിവ്യൂ നോക്കാം. ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേപ്പർ സൈസ് മാറ്റി കൊടുക്കാം. ഇവിടെ പോവാ, പേജ് സെറ്റപ്പിൽ പോവാ, സ്കെയിൽ ടു ഫിറ്റ് കൊടുക്കുന്ന ഇവിടെ A3 പേപ്പറിനാക്കി എടുക്കാം. ജസ്റ്റ് പ്രിവ്യൂ നോക്കാം. A3 പേപ്പറിൽ സെറ്റായി, ക്ലോസ് ചെയ്യുന്ന. ഓക്കെ, ഇനി നമ്മൾ പ്രിന്റ് എടുക്കുന്ന. ഇവിടെ കറണ്ട് ഷീറ്റ് ജസ്റ്റ് പ്രിവ്യൂ നോക്കാം, സെറ്റായി. നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് കൊടുക്കാം. പ്രിന്റ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രിന്റർക്ക് കണക്ട് ചെയ്യണമെങ്കിൽ പ്രിന്ററാക്കി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, PDF മാറ്റി കൊടുക്കാം. ഞാൻ ഓക്കെ കൊടുക്കുന്ന. ഞാനിപ്പോൾ ഇത് തൽക്കാലം ഡെസ്ക് ടോപ്പിലേക്ക് പൈപ്പ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതിപ്പോൾ PDF ആയിട്ട് സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിത് ഓട്ടോകാഡ് തുറന്നിട്ട് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. ഇനിയിപ്പോൾ ഓട്ടോകാഡാണ് തുറക്കുന്നത്, ഇൻസേർട്ട് എടുത്തു. ഓക്കെ, ദെൻ ഇതിലേക്ക് ഓട്ടോകാഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ PDF ഇമ്പോർട്ടാണ്. എന്ത് ചെയ്യുക, PDF ഇമ്പോർട്ട് എന്ന് പറയുന്ന ടൂൾ എടുക്കാം. PDF ഇമ്പോർട്ട് എടുക്കുന്ന കമാൻഡിൽ ഞാൻ PDF ഇമ്പോർട്ട് എടുക്കുന്നു. ഫയലിൽ പോകുന്നു. ഞാൻ ഏത് ഫയലാണ് ചൂസ് ചെയ്യുന്നത്, ഡെസ്ക് ടോപ്പിൽ പോയിട്ട് പൈപ്പ് PDF എന്നുള്ള ആ ഒരു സോളിഡ് വർക്സിൽ ക്രിയേറ്റ് ചെയ്ത ഡ്രോയിങ് എടുക്കുന്ന. അതിനെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ദെൻ ഈ ടൈറ്റിൽ ബ്ലോക്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. ദെൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയമെൻഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, DLI ഡയമെൻഷൻസിൻ്റെ കമാൻഡ് പറയുന്നത് DLI ഒക്കെയാണ്. അതെടുത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതൊക്കെ തമ്മിലുള്ള ഡയമെൻഷൻസ് ഒക്കെ കൊടുക്കാം. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ചെയ്ത യൂണിറ്റ് അനുസരിച്ചിട്ട് മാറിയിട്ടൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോകാഡിലേക്ക് പോവാം. ഇനി നമുക്ക് ഇതിൻ്റെ അനാലിസിസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൻസിസിലേക്കും പോവാം. അപ്പം നമ്മൾ വേറൊരു അനാലിസിസ് ആണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് പറയുന്നത് ഒരു ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്തൊരു പ്രൊജക്റ്റാണ്. അതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഓട്ടോണമസ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് വെഹിക്കിൾ ഉണ്ടാക്കണം. അതായത് എയർപോർട്ടിലൊക്കെ കൊണ്ടുപോകുന്ന ടൈപ്പ് ഒരു ഡ്രൈവിംഗ് വെഹിക്കിൾ, അതായത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡ്രൈവിംഗ് വെഹിക്കിൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ചെയ്തത്. ഓക്കെ, ഇത് ആൻസിസ് ആണ്. ആൻസിസിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ്, 2020 വേർഷൻ ആണ്. ഇത് ഡിഫറൻറ്റ് ലോഡിൽ ചെയ്ത കാര്യങ്ങളാണ്. ഇത് ഓപ്പൺ ആവാൻ കുറച്ച് ടൈം എടുക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ഓപ്പൺ ആയി വരുന്ന സമയത്തിനുള്ളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
ഹലോ ഹലോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്താലും മതി, നമ്മുടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താലും മതി, എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ. ഇത് ഓൾറെഡി സോളിഡ് വർക്സിൽ മോഡൽ ചെയ്ത ഒരു മോഡലാണ്. ഇത് നമ്മൾ ആൻസിലേക്ക് ഇട്ടിട്ട് എത്രയൊക്കെ ലോഡ് ഇത് ക്യാരി ചെയ്യും, ഇതിൽ ഇത്ര ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ പൊസിഷനിൽ ഫെയിലിയർ ആവുന്നില്ല കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അനാലിസിസിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, ആൻസിസ് സോഫ്റ്റ്വെയറിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് സോളിഡ് വർക്സിൽ മോഡൽ ചെയ്തൊരു വർക്കാണ്. ഓക്കെ, ഇതിന്റെ ഈ ഭാഗത്താണ് ലോഡ് ക്യാരി ചെയ്യുക. ഇത് വീലാണ്. ഈ കാണിച്ചിരിക്കുന്നത് ഇതിന്റെ ബാറ്ററിയാണ്. ഇതിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ മൊത്തം ഇതിൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോഴ്സ് ഇവിടെയാണ് ആക്ട് ചെയ്യുക. ദെൻ രണ്ടാമത്തെ ഫോഴ്സ് പറയുന്നത് നമ്മുടെ ബാറ്ററിയുടെ വെയിറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് ഈ രണ്ട് ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് ഈ ഒരു ഫ്രെയിമിന്, ഇത് സ്റ്റാറ്റിക് അനാലിസിസ് ആണ്, ഈ ഒരു ഫ്രെയിമിന് എന്തൊക്കെ ചേഞ്ചസ് വരും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിൽ വിർച്വലി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാനിവിടെ സൊല്യൂഷനിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് ഇതിന്റെ ഡീഫോർമേഷൻ ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഡീഫോർമേഷൻ ആണ്. ഇത് 0.4 mm മാത്രമേ ഈ ഒരു വെയിറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഇത് ഡീഫോം ആവുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഡീഫോർമേഷൻ ഇതിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ മോഡൽ മാറ്റിയിട്ട് ഇതിന്റെ ഈ ഫ്രെയിമിന്റെ ഡയമെൻഷൻസ് ഒക്കെ മാറ്റിയിട്ട് നമ്മൾ ഒന്നുകൂടി ഡിസൈൻ ചെയ്യണം. ഓക്കെ, ദെൻ നമുക്ക് ഇതുപോലെ ഇതിന്റെ സ്ട്രെസ് എത്രയാണെന്ന് അറിയാന്നുണ്ടെങ്കിൽ ഇവിടെ ഇക്വാലന്റ് സ്ട്രെസ് എടുക്കാം. ഓക്കെ, ഒരു സ്ട്രെസ് പറയുന്നത് 61 മാത്രമാണ് ഇതിന്റെ സ്ട്രെസ് പറയുന്നത്. ഒരു മെറ്റീരിയലിന്റെ ഈൽഡ് സ്ട്രെങ്ത് എനിക്ക് തോന്നുന്നു ഇത് എടുത്തത് സ്റ്റീലാണ്, 250 സംതിങ് മറ്റാണ്. അപ്പൊ ഇത് 61 മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ സേഫ് ആണ്. ദെൻ ഏതൊക്കെ സ്ഥലത്താണ് കൂടുതൽ ലോഡ് വരുന്നുള്ളതൊക്കെയാണ് ഈ റെഡ് റെപ്രസെന്റേഷനിലൊക്കെ കാണിക്കുന്നത്. ഇതിലിപ്പോൾ റെഡ് വരുന്ന റെപ്രസെന്റേഷൻ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഇത് സേഫ് ആണ്. ഓക്കെ, പിന്നെയുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിയർ സ്ട്രെസ്, അതുപോലെയുള്ള ഫോഴ്സ് റിയാക്ഷൻ, അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്ന കാര്യം. ഓക്കെ, പിന്നെയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2D ഡ്രോയിങ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു. പിന്നെ നമുക്ക് ഇതിപ്പോൾ ഫോഴ്സ് റിയാക്ഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. മാക്സിമം എത്ര നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്ട്രെസ് കാര്യങ്ങളൊക്കെ, പിന്നെ സ്ട്രെയിൻ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഇതിൽ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. ഓക്കെ, ദെൻ അതിൻ്റെ സിമുലേഷൻ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ആനിമേഷൻ ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, എത്രയാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലൂയിഡ് അനാലിസിസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആൻസിൽ തന്നെ ഫ്ലുവൻ്റ് ചെയ്യാനുള്ള വർക്ക് ബെഞ്ച് നമുക്ക് ആൻസിൽ തന്നെ അവൈലബിൾ ആണ്. ഇവിടെ ഫ്ലുവൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലുവൻ്റ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ ഫ്രീക്വൻസി അനാലിസിസ് ചെയ്യാൻ വേണ്ടി പറ്റും. തെർമൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തെർമൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഈ ആൻസിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വെബിനാർ കൊണ്ട് ഉദ്ദേശിച്ചത്.